ശ്രീ കെവിൻ പീറ്റർ, താങ്കളിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതെന്ന്. എന്തായാലും ഈ നിയമ ഭേദഗതി ബിൽ, വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമാകുമ്പോൾ അത് എത്രത്തോളം ആശാവഹമാണ് എന്നാണ് താങ്കൾ കരുതുന്നത് സമകാലിക രാഷ്ട്രീയത്തിൽ? ഇപ്പോൾ അവർക്ക് ഈ നിയമ ഭേദഗതി അവർ പല രീതിയിൽ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അവർ പോലും വിചാരിക്കാത്ത രീതിയിൽ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് JPCക്ക് വിട്ടു. JPCയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭേദഗതി വീണ്ടും അവതരിപ്പിച്ചു. അത് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് മറ്റൊന്നും പറയാനില്ല. കാര്യം അവർക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീതിപ്പെടുത്തിയേ പറ്റൂ. അവർ നിർദ്ദേശിക്കുന്നത് അനുസരിക്കാതെ യാതൊരുവിധ നിവൃത്തിയുമില്ല. അത് ഹൈബീഡൻ ഉൾപ്പെടെയുള്ളവർ. കാരണം ഇത്രയധികം മുനമ്പൻ ജനത വഖഫ് നിയമം വരാൻ പോകുന്നു എന്ന് കരുതി മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും ഈ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ച് രസിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ MP എന്ന നിലയിൽ താൻ തികഞ്ഞ പരാജയമാണെന്ന് തെളിഞ്ഞു നിൽക്കുമ്പോൾ പോലും എമ്പുരാന് വേണ്ടി രംഗത്ത് വന്ന ആളാണ് ഹൈബിയുടെ, അല്ലെ? അപ്പം അദ്ദേഹത്തെ ആരോ നിർദ്ദേശിച്ചു, അതിനെ പിന്തുണച്ചേ പറ്റൂ, ആ സിനിമയെ പിന്തുണച്ചേ പറ്റൂ. അപ്പൊ അത്തരം കെണികളിൽ പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരെ നിയന്ത്രിക്കുന്നവർ പറയുന്ന രീതിയിൽ ചലിക്കാതിരിക്കാനാവില്ല. അവർ ആ ഒരു സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇപ്പോൾ അവർക്ക് പറയാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് പ്രയോജനമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു മാധ്യമത്തോട് മുനമ്പത്തെ ഈ വിജയാഹ്ലാദ വേളയിൽ മുനമ്പത്ത് നിന്ന് ഫിലിപ്പ് എന്ന് പറയുന്ന അവിടുത്തെ താമസക്കാരൻ, ഈ ഭീഷണി നേരിടുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ആ പറയുന്ന വഖഫ് ഹൈബി ഈഡനായാലും ജോൺ ബ്രിട്ടാസ് ആയാലും അല്ലെങ്കിൽ BD സതീശനായാലും അവർ മുനമ്പത്തേക്ക് വരൂ, ഞങ്ങളുടെ പിള്ളേര് ക്ലാസ് എടുത്ത് തരും വഖഫ് എന്താണെന്ന്, ഞങ്ങളുടെ പിള്ളേര് ക്ലാസ് എടുത്ത് തരും. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ മുനമ്പത്തെ കൊച്ചു പിള്ളേർക്ക് പോലും അറിയാം വഖഫ് നിയമം എന്താണെന്നും അതിലെ ദൂഷ്യവശങ്ങൾ എന്താണെന്നും. എന്നിട്ടും ഇവര് ഇതിൽ പിടിച്ച് കടിച്ചു തൂങ്ങിയാണ്. ഇന്ന് ഫാദർ ജോഷി മയ്യാറ്റിൻ വളരെ വ്യക്തമായിട്ട് സെക്ഷൻ 2 കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അമെന്റ്മെന്റിലൂടെ മുനമ്പൻ ജനതയുടെ പ്രശ്നം എല്ലാം പരിഹരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് നാളെ തൊട്ട് പരിഹരിക്കും എന്നുള്ള അതിന്റെ അർത്ഥം അതേ രീതിയിൽ ബാക്കിയുള്ള നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ തന്നെ അവർക്ക് അത് പ്രയോജനം. പക്ഷെ ഇവർക്ക് മറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇന്നും BD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നു, ഞാൻ അവരോടൊപ്പമായിരുന്നു, ഞങ്ങൾ അവിടം സന്ദർശിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. എന്ത് പഠിച്ചു എന്നാണ് പറയുന്നത്? ഇയാൾ 10 മിനിറ്റ് ഫോർമുല പറയുന്നുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും ഒന്ന് വെളിപ്പെടുത്തട്ടെ, ഇതായിരുന്നു എന്റെ ഫോർമുല, ഈ നിയമത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു, ഇതായിരുന്നു ആ ഫോർമുല, ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒന്നൊന്ന് പറയട്ടെ, വെളിപ്പെടുത്തട്ടെ. അല്ലെ വസന്ത് തെങ്ങമ്പള്ളിയെ പോലുള്ള ആളുകൾ ചോദിച്ചിട്ടൊന്ന് വന്ന് ചാനൽ ചർച്ചയിൽ നിന്ന് പറയാം, ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോർമുല ഇതായിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നടന്നാൽ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, ഈ 12 മണിക്കൂർ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുനമ്പം ജനത മാത്രമല്ലല്ലോ, അവരൊരു 610ഓളം കുടുംബങ്ങളുടെ ഒരു വിഷയം ആയതുകൊണ്ട് വന്നു. ഇവിടെ ചാവക്കാട് വിഷയമില്ലേ, പാലക്കാടില്ലേ, മലപ്പുറത്തില്ലേ, ചെല്ലാനത്തെ ഭൂമികൾ വരെ വഖഫ് ഇതിന്റെ വെബ്സൈറ്റിൽ അവരുടെ ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഈ നിയമം ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ പതിയെ പതിയെ ഓരോരോ ഭൂമികളുടെ മേൽ അവകാശവാദം അവർ ഉന്നയിക്കില്ലായിരുന്നു. ആലപ്പുഴയിലെ ഡച്ച് സ്ക്വയറിനടുത്ത ഡോക്ടറുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടില്ലേ? അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തും കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പലർക്കും ഭൂമികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെടാൻ പോകുന്നു. വഖഫിന്റെ ഇതിൽ പല സ്ഥലങ്ങളിൽ ഇപ്പൊ എന്റെ ഉദാഹരണമാണ് ചെല്ലാനം. എവിടം തൊട്ട് എവിടം വരെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മുനമ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോർട്ട് കൊച്ചിയാണ്, അതും കഴിഞ്ഞാൽ പിന്നെ അർത്തുങ്കൽ വരെയുള്ള ഭാഗത്തേക്ക് വളരെ വിസ്തൃതമായ ചെല്ലാനം ഫിഷിംഗ് ഹാർബറൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭാഗം അവരുടെ സൈറ്റിലുണ്ട്. ഇവിടുത്തെ ഇടക്കൊച്ചിയിലെ ഒരു ജുമാ മസ്ജിദിന്റെ പേരിലാണ് അവിടുത്തെ വഖഫ് ഭൂമി അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിയമം വരുമെന്ന് കരുതിയത് കൊണ്ട്, ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നു, ഇനി അടുത്ത മിനിസ്റ്ററുടെ കാലത്ത് ഇത് വരുമെന്നൊക്കെ കരുതിയത് കൊണ്ട് അതെങ്ങനെയാകും, വരുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കാത്തു നിന്നതാണ്. അപ്പോൾ ഇത് കേവലം മുനമ്പത്തിന്റെ മാത്രം വിഷയമൊന്നുമല്ല. ഇവര് പറയുന്നു മുനമ്പവും അത് ഇതും, ശരി, ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ മുനമ്പവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ വേറെ ആൾക്കാരുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, വേറെ അന്യമത ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും എല്ലാം വഖഫ് പോലും പിടിച്ചെടുത്ത ഭൂമികളുണ്ടല്ലോ. പലരുടെയും ഭൂമികളുടെ മേൽ ഇപ്പോഴും ഇവര് അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി അവരുടെ രേഖകളിൽ അത് പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ നിയമം ആവശ്യമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേൽ കൊണ്ടുവച്ചിരുന്ന ആ മത നിയമത്തെ എടുത്തു മാറ്റി, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനിയെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇപ്പോൾ വസന്ത് വളരെ ആവേശപൂർവ്വം പറയുണ്ടായല്ലോ, വളരെ കൊച്ചാക്കിയൊക്കെ CPM പറയുണ്ടായി.
അവരുടെ കൂടെ ഇതുകൊണ്ടല്ല അവരുടെ ആൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ MP സംസാരിക്കുമ്പോൾ ഇവർ കൈയടിച്ചില്ലേ? ഇല്ലേ? അപ്പൊ ഇതൊക്കെ ഇവിടെ ജനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ സമസ്തയുടെ നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും വാക്കുകളാണ് ഇവിടുത്തെ 19 MP കേട്ടത്. PCBCയുടെ വാക്കുകൾ കേട്ടില്ല, CBCയുടെ വാക്കുകൾ കേട്ടില്ല. അതിനെയൊക്കെ വളരെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് ജഫ്രി മുത്തുക്കോയ തങ്ങളുടെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും വാക്കുകളാണ് അവർക്ക് വില കൊടുത്തത്. അവർ പറഞ്ഞു ഇതിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന്. അത് ഇവർ അനുസരിക്കുകയും ചെയ്തു. ഇവിടെ വന്നു നിന്നിട്ട് ഇവിടുത്തെ ആളുകളെ പൊട്ടന്മാരാക്കാനായിട്ട് പറയുന്നു. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഇനിയും പോയി KCBCയുടെയും മറ്റ് ബിഷപ്പ് ഹൗസിന്റെ ഒക്കെ തിണ്ണനിറങ്ങി ഞങ്ങൾ പ്രശ്നം പരിഹരിക്കൂ.